ഞാൻ പോവാനായി. ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് രാവിലെ തന്നെ എണീറ്റിട്ടുണ്ട്. ഇന്ന് എൻ്റെ 6th മന്തിലെ ചെക്കപ്പ് ഡേ ആണ് കേട്ടോ. പിന്നെ ഇന്ന് ഗ്ലൂക്കോസ് ടെസ്റ്റും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ രാവിലെ ഭക്ഷണം കഴിച്ചിട്ട് ഗ്ലൂക്കോസ് കലക്കി കുടിച്ചിട്ട് വേണം പോകാൻ വേണ്ടിയിട്ട്. അങ്ങനെ ബ്ലഡ് കൊടുത്തിട്ട് അതിൻ്റെ റിസൾട്ട് കാണിച്ചിട്ട് വരാൻ പറ്റുള്ളൂ. അപ്പോൾ നേരത്തെ പോകണം. ഇപ്പോൾ ഒരു 7:30 ആയിട്ടുണ്ട്. 8:30 ആകുമ്പോഴത്തേനും പോവാണെന്ന് വിചാരിക്കുന്നുണ്ട്. അറിയില്ല, കുട്ടീസിനൊക്കെ ഒരുക്കി സമയത്ത് പോകാൻ പറ്റുമെന്ന്. 8:30 8:45 കൂടി പോകണമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ ഇത് രണ്ടാളെ എണീറ്റ്, ചച്ചുകുട്ടി എണീറ്റിട്ടില്ല കേട്ടോ. അപ്പോൾ നമുക്ക് വേഗം ഒരുക്കാട്ടെ. അവരെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിക്കണം, വണ്ടി പറയണം, അങ്ങനെ കുറേ കാര്യങ്ങൾ. അപ്പോൾ ഇതാ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് അപ്പവും ഗ്രീൻ പീസും കറി ആയിരുന്നു കേട്ടോ. അപ്പം ഞാൻ എല്ലാവരും പല്ലൊക്കെ തേപ്പിച്ച് അപ്പം തന്നെ കുളിപ്പിച്ചു. എന്നിട്ടാണ് കേട്ടോ ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കുന്നത്. അപ്പോൾ നമ്മുടെ ചുച്ചുകുട്ടി അപ്പോഴത്തേനും എണീറ്റിട്ടുണ്ടായിരുന്നു കേട്ടോ. ചുച്ചുകുട്ടീനെയും കുളിപ്പിച്ചു, നിന്നസിനും പിപ്പിക്കുട്ടീനും എല്ലാവരും കുളിപ്പിച്ചു. മേല് കഴുകിച്ചുള്ളൂ. നമ്മൾ കാലത്ത് തന്നെ പോകണതല്ല, അത് കാരണം മേല് കഴുകിച്ചുള്ളൂ. തല നനയ്ക്കാൻ നിന്നില്ല. അങ്ങനെ ഡ്രസ്സൊക്കെ ഇടിയിച്ചിട്ട് ഇതേ എന്താ പറയുക, ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കാതിരിക്കുകയാണ്. നിന്നൂസിന് എന്തോ ചെറിയ വാശിയായിട്ട് കരഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ ഇതാ ബ്രേക്ക്ഫാസ്റ്റ് കൊടുത്തു കഴിഞ്ഞിട്ട് അധികം സമയമൊന്നുമില്ല. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് ഒരു 1/4 മണിക്കൂർ ആയപ്പോഴത്തേനും ഞാൻ ഗ്ലൂക്കോസ് കലക്കി കുടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ശരിക്കും 1/2 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് ഗ്ലൂക്കോസ് കലക്കി കുടിക്കണ്ടേന്ന് പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു പാക്കറ്റിൽ ഒരു കുറച്ച് ഭാഗം മാത്രം ബാക്കി വെച്ചിട്ട് ബാക്കി ഫുള്ള് ആ ഗ്ലാസ്സിൽ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഗ്ലാസ്സിൽ ഇത്തിരി വെള്ളം കൂടുതലുണ്ടായിരുന്നു കേട്ടോ. ഞാനാണെങ്കിൽ ചായ എനിക്ക് ബ്രേക്ക്ഫാസ്റ്റ് എന്താ പറയുക കഴിച്ചപ്പോൾ തന്നെ എനിക്കൊരു സുഖം ഉണ്ടായിരുന്നില്ല. പിന്നെ ഇതും കൂടി കഴിച്ചാൽ കുടിച്ചു കഴിഞ്ഞാൽ പിന്നെ അവസ്ഥ എന്താണെന്ന് അറിയില്ല. കുടിക്കാണ്ടിരിക്കാനും പറ്റൂലല്ലോ. അപ്പോൾ ഞാൻ ഐസും വെള്ളമാണ് കേട്ടോ എടുത്തത്. എനിക്ക് സാധാ വെള്ളം ഒട്ടും പറ്റൂല. അപ്പോൾ ഞാൻ ഒരു ഗ്ലാസ് ഫുൾ ഐസും വെള്ളം എടുത്തിട്ടുണ്ടായിരുന്നു. എല്ലാം തിരക്ക് പിടിച്ചിട്ടായിരുന്നു കേട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നേ. അത് കാരണം വെള്ളം എടുത്തപ്പോൾ ഫുള്ളായിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാ പൊടി ഇട്ടുകൊണ്ടിരിക്കുമ്പോൾ ഫുള്ള് വെള്ളം ഇങ്ങനെ തുളുമ്പി പോകണുണ്ടായിരുന്നു. അങ്ങനെ ആ ഒരു എന്താ പറയുക 500 ഗ്രാമിൻ്റെ ഒരു പാക്കറ്റ് ആയിരുന്നു എന്ന് തോന്നുന്നു. അങ്ങനെ അതിൻ്റെ ഭാഗം മാത്രം ബാക്കി വെച്ചിട്ട് ബാക്കി ഫുള്ള് ഇടാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. വെള്ളത്തിൽ കലക്കി കുടിച്ചിട്ട് വരാനാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഫുള്ളും ഇട്ടിട്ടുണ്ട്. നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഞാനിപ്പോൾ അത് കുടിക്കാൻ വേണ്ടിയിട്ട് പോവാണ് ഗൈസ്. എന്താ പറയുക, എനിക്ക് മധുരം ഈ പ്രഗ്നൻസി ടൈമിൽ ഒട്ടും മധുരം ഇഷ്ടമല്ല കേട്ടോ. ഒട്ടും എനിക്ക് കഴിക്കാൻ പറ്റുന്നതെന്ന് വെച്ചാൽ വായയിൽ ഇങ്ങനെ നിൽക്കും മധുരത്തിൻ്റെ ആ ഒരു എന്താ കഴിച്ചതെന്ന് വെച്ചാൽ അതിൻ്റെ ആ ചുക ഇങ്ങനെ വായയിൽ നിൽക്കും. അത് കാരണം എനിക്ക് ഒട്ടും ഇഷ്ടമല്ല കേട്ടോ മധുരം കുടിക്കാൻ. അപ്പം പറയണ്ടല്ലോ, അങ്ങനെ ഒരു വിധത്തിൽ കുടിക്കാണ്ടിരിക്കാനും പറ്റൂലല്ലോ, നമുക്ക് ടെസ്റ്റ് ചെയ്യേണ്ടതല്ലേ. അങ്ങനെ ഒരു വിധത്തിൽ കുറച്ച് സമയം എടുത്തിട്ടാണ് ഞാൻ അത് ഫുള്ള് കുടിച്ചിട്ടുണ്ടായിരുന്നത്. അത് കുടിച്ച് കഴിഞ്ഞിട്ടും ഭയങ്കരമായിട്ട് വൊമിറ്റ് ചെയ്യാൻ വരുന്നുണ്ടായിരുന്നു കേട്ടോ. പക്ഷെ ഞാൻ എങ്ങനെയൊക്കെയോ അടക്കി പിടിച്ച് അവിടെ എത്തിയെന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെ ഇതാ അതിനിടയിൽ നിന്നൂസും മുടി കെട്ടിത്തായോ കണ്ണെഴുതിത്തായോ എന്നൊക്കെ പറഞ്ഞ് വരുന്നുണ്ട്. പിപ്പിക്കുട്ടിക്കും ചുച്ചുക്കുട്ടിക്കും വലിയ വാശി ഉണ്ടായിരുന്നില്ല. പക്ഷെ നിന്നൂസിന് എവിടേക്കെങ്കിലും പോകണമെന്നുണ്ടെങ്കിൽ ഡ്രസ്സ് അവൾക്ക് പറ്റുന്നത് വേണം, കണ്ണെഴുതി കൊടുക്കണം, പുരുകനെഴുതി കൊടുക്കണം. പുരുകനെഴുതിയത് എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ അപ്പം വാശി, മുടി കെട്ടണം, അങ്ങനെയൊക്കെയാണ് കേട്ടോ. അപ്പോൾ എന്തോ ദേഷ്യത്തിൽ ഞാൻ പറയുകയാണ് അവളോട്. അവളിങ്ങനെ വാശി പിടിച്ചുകൊണ്ടിരിക്കുകയാണ്, കണ്ണെഴുതിത്തായോ എന്നൊക്കെ പറഞ്ഞിട്ട്. കണ്ണൊന്നും എഴുതണ്ട, അമ്മച്ചിക്ക് പറ്റണില്ല എന്നൊക്കെ പറഞ്ഞിട്ടൊന്നും അവൾ സമ്മതിക്കണില്ല കേട്ടോ. പിപ്പിക്കുട്ടിയും ചുച്ചുകുട്ടിയാണെങ്കിൽ ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം എൻ്റെ ചെരുപ്പൊക്കെ ഇതേ ബാക്കിൽ നിന്ന് എടുത്തുകൊണ്ട് വന്നിട്ട് ഇന്ന് അമ്മച്ചൊരു ചെരുപ്പ് എന്നൊക്കെ പറഞ്ഞിട്ട് കൊണ്ടുവരാണ് കേട്ടോ. അപ്പോൾ ഇതാ അതിനിടയിൽ ഞാൻ നിന്നൂസിൻ്റെ കണ്ണിൻ്റെ ഉള്ളിൽ എഴുതി കൊടുക്കുന്നുണ്ട്, പിരികനൊന്നും ഇപ്പം എഴുതണ്ടെന്ന് പറഞ്ഞിട്ട് അവൾ സമ്മതിക്കണില്ല, കരഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. ഞാൻ അത് മൈൻഡാക്കിയില്ല. ഫുള്ളും ആ ഗ്ലൂക്കോസ് എന്താ കലക്കി ഫുള്ളും കുടിച്ചിട്ട് ഒരു വിധത്തിൽ അവിടെ നിന്ന് ഇറങ്ങാനിട്ടുണ്ടായത്. വേഗം മുടിയൊക്കെ കെട്ടി ഡ്രസ്സൊക്കെ മാറ്റി നമ്മൾ ഇറങ്ങിയിട്ടുണ്ട്. കുറച്ച് കഴിഞ്ഞപ്പോൾ നിന്നൂസിൻ്റെ വാശിയൊക്കെ മാറി കേട്ടോ. പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ പിന്നെ കുഴപ്പമുണ്ടായില്ല. എനിക്കിപ്പോൾ ഛർദ്ദിക്കാൻ വന്നിട്ടാണ് ഞാൻ നിൽക്കണത്. ഒരു വിധത്തിൽ പിടിച്ചിങ്ങനെ നിർത്തിയേക്കാണ് കേട്ടോ. അങ്ങനെ നമ്മൾ ഓട്ടോയിൽ കയറി. ഒരു 9 മണിക്കാണ് കേട്ടോ നമ്മൾ കറക്റ്റ് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്.
പിന്നെ മിക്കവാറും ദിവസങ്ങളിൽ ഹോസ്പിറ്റലിൽ ചെക്കപ്പിന് പോകുമ്പോൾ വല്യമാനെയും കൊണ്ടാണ് പോവാറ്. ഉമ്മച്ചീൻ്റെ അടുത്ത് 2 പേരാക്കിയിട്ട് ഒരാളെ കൊണ്ടാണ് പോവാറ്. പക്ഷെ വല്യമാക്ക് പനിയായത് കാരണം ഇന്ന് എല്ലാവരും കൂടിയിട്ട് പോവാണ്ടിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഇതാ നമ്മൾ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഓട്ടോ വിളിച്ചിട്ടുണ്ട്, റോട്ടിൽ ഇറങ്ങിക്കാനായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അവിടെ എത്തി, ഓട്ടോയിൽ കയറുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മളെപ്പോഴും വിളിക്കാറുള്ള മാമാടെ ഓട്ടോയല്ലായിരുന്നു, വേറൊരു ഓട്ടോ ആയിരുന്നു കേട്ടോ. ആ ഓട്ടോയിലാണെങ്കിൽ ഭയങ്കര സ്മെല്ലായിരുന്നു. എന്തോ എയർ ഫ്രഷ്നർ എന്തോ വെച്ചിട്ട് ഭയങ്കര സ്മെല്ലായിരുന്നു. ഒരു വിധത്തിലാണ് ഹോസ്പിറ്റലിൽ എത്തിയെന്ന് പറയാൻ വോമിറ്റിംഗ് ടെൻഡൻസി ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. പക്ഷേ നല്ല സ്പീഡിലായിരുന്നു ഓട്ടോ പോകുന്നുണ്ടായിരുന്നത്. എനിക്കിപ്പോൾ യാത്ര ചെയ്യുമ്പോൾ നല്ല സ്പീഡിൽ പോകണം, പതുക്കെ പതുക്കെ ഇങ്ങനെ പോകുമ്പോൾ ഛർദ്ദിക്കാൻ വരും. പിന്നെ ആ മണം കേട്ടിട്ടും എനിക്ക് ഭയങ്കര ഛർദ്ദിക്കാൻ വരില്ലായിരുന്നു. പക്ഷെ ഞാനൊരു വിധത്തിൽ പിടിച്ചു നിർത്തി, പടച്ചോൻ പിടിച്ചു നിർത്തി എന്ന് വേണമെങ്കിൽ പറയാം. കാരണം ഇത് ഛർദ്ദിച്ച് പോയിട്ടുണ്ടെങ്കിൽ പിന്നെ വീണ്ടും കുടിക്കേണ്ടി വരുമല്ലോ. അത് കാരണം കുരുത്തുണ്ടായി എന്ന് വേണമെങ്കിൽ പറയാം. പടച്ചോൻ പിടിച്ച് നിർത്തി ഛർദ്ദിക്കാൻ വന്നത്. അങ്ങനെ ഓട്ടോ അവിടെ എത്തി, ഹോസ്പിറ്റലിൽ ഇറങ്ങി OP ടിക്കറ്റ് എടുത്തുകൊണ്ടിരിക്കുമ്പോഴാണ് എനിക്ക് ഛർദി വന്നത്. അപ്പം ഇനി എന്തായാലും പിടിച്ചു നിർത്താൻ പറ്റില്ല എന്ന് വിചാരിച്ച് ഞാൻ ഫോൺ അവിടെ വെച്ചിട്ട് ഞാൻ ഓടിപ്പോയി. ഉമ്മച്ചി ആണ്ടിട്ട് ബില്ലൊക്കെ അടച്ചത്. ഉമ്മച്ചി ഫോണിലായിരുന്നു, ഗൂഗിൾ പേയിലായിരുന്നു. അപ്പോൾ ഉമ്മച്ചി വേഗം അയച്ചു. ഞാനപ്പോഴത്തേനും ഛർദ്ദിച്ച് ഫുള്ള് പോയി. ഗ്ലൂക്കോസ് വെള്ളം, ബ്രേക്ക്ഫാസ്റ്റ് കുടിച്ചത് ഫുള്ള് പോയി. പിന്നെ ഇനി ബ്ലഡ് എടുക്കാൻ പറ്റുമോ എന്നിങ്ങനെ പേടിച്ച് നിൽക്കുകയായിരുന്നു. അപ്പോഴാണ് ഞങ്ങൾ ലാബിൽ പോയിട്ട് പറഞ്ഞു 1 മണിക്കൂർ കഴിഞ്ഞിട്ട് ഡോക്ടറോട് ചോദിക്കാൻ പറഞ്ഞു. അങ്ങനെ ഡോക്ടറോട് ചോദിച്ചപ്പോൾ പറഞ്ഞു 1 മണിക്കൂർ കഴിഞ്ഞിട്ടല്ലേ ഛർദ്ദിച്ചത്, അത് കാരണം കുഴപ്പമില്ല, ബ്ലഡ് എടുക്കാമെന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ തന്നെ ഒരു സമാധാനമായി. പിന്നെ ലാബിൻ്റെ അവിടെ ഒരു ചെറിയൊരു ബെഞ്ച് പോലത്തെ ഒരു സ്ഥലം ഉണ്ടായിരുന്നു. അവിടെ ഫുള്ള് ഞാൻ കിടപ്പായിരുന്നു. ഒരു പ്രാവശ്യം ഛർദ്ദിച്ചപ്പോൾ തന്നെ ഭയങ്കര അവശതയായിട്ടോ ഗൈസ്. കുട്ടീസാണെങ്കിൽ ഇങ്ങനെ പരതി നടക്കുന്നുണ്ട്. അവിടെ ഇങ്ങനെ ഒരു പൂവൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു വഴിയിൽ നിന്ന്, അതൊക്കെ പിച്ചി പൊളിച്ച് അവിടെ ഇടാനൊക്കെ നോക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അതിനിടയ്ക്ക് തല്ലുപിടുത്തം മേളം ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എൻ്റെ പോലെ തന്നെ ഗ്ലൂക്കോസ് ടെസ്റ്റിന് വേറൊരു ഒരാളും കൂടി വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ആളോട് വർത്താനൊക്കെ ചോദിച്ചപ്പോൾ അതേ ഡേറ്റ്, എൻ്റെയും ആളുടെയും ഒരേ ഡേറ്റ് ആയിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ ആൾക്കൊരു മോനുണ്ട്, 2.5 വയസ്സാവണേ ഉള്ളൂ. അങ്ങനെ കുറേ വർത്താനങ്ങളൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഇരുന്നു കേട്ടോ. അതിനുശേഷം ബ്ലഡ് കൊടുത്തു കഴിഞ്ഞിട്ട് 2 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് നമുക്ക് റിസൾട്ട് കിട്ടുക. 2 മണിക്കൂറല്ല, 1 മണിക്കൂർ കഴിഞ്ഞിട്ട് റിസൾട്ട് കിട്ടും. അപ്പോൾ നമ്മൾ താഴത്തേക്ക് വന്നപ്പോഴത്തേനും ഭയങ്കര മഴയായിരുന്നു കേട്ടോ. അപ്പോഴത്തേനും മഴ തുടങ്ങി. അപ്പോൾ കുട്ടീസിന് എന്തെങ്കിലും വാങ്ങിച്ചു കൊടുക്കാൻ, എനിക്ക് പിന്നെ ഇനി ഛർദ്ദിച്ച് കാരണം ഒന്നും കഴിക്കാൻ പറ്റില്ല. ഞാനിനി വീട്ടിൽ വന്നിട്ട് കഴിക്കാം, അല്ലെങ്കിൽ പോകുന്ന വഴിയിലൊക്കെ ഛർദ്ദിച്ചാലോ എന്ന് വെച്ചിട്ട് ഞാനൊന്നും കഴിക്കാൻ കൂട്ടാക്കിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഉമ്മച്ചി അപ്പുറത്തെ കടയിൽ നിന്ന് പോയിട്ട് ഉഴുന്നുവടയും പിന്നെ കുട്ടീസിന് ബിസ്ക്കറ്റൊക്കെ വാങ്ങിച്ചു വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ ഞാനിതൊന്നും തൊട്ടില്ല കേട്ടോ. ഇനി ഛർദ്ദിച്ചാലോ, വണ്ടിയിൽ ഇരിക്കുമ്പോൾ ഛർദ്ദിച്ചാലോ എന്ന് ചോദിച്ചിട്ട് ഒന്നും കഴിച്ചില്ല, കുറച്ച് വെള്ളം മാത്രം കുടിച്ചു. വീട്ടിൽ വന്നിട്ട് പിന്നെ ഛർദ്ദിച്ചാൽ കുഴപ്പമില്ലല്ലോ. ഓട്ടോയിൽ ഇങ്ങനെ കവറിൽ ഛർദ്ദിക്കാൻ എനിക്ക് ഭയങ്കര മടിയാണ് കേട്ടോ. അത് കാരണം ഞാൻ ഒന്നും കഴിച്ചില്ല. അപ്പോൾ ഉഴുന്നുവട കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ പിന്നെ കുട്ടീസ് അതിലങ്ങനെ ഒന്നും ഉണ്ടാവില്ലല്ലോ. വേറെ ഉള്ളിവട, സമൂസ അങ്ങനത്തെ സംഭവങ്ങളാണെങ്കിൽ അതിൽ കുറേ വെജിറ്റബിൾസും കാര്യങ്ങളൊക്കെ ഇല്ലേ. അപ്പോൾ അതൊക്കെ ഇങ്ങനെ പിച്ച് നുറുക്കി വിടുന്ന കാരണം ഞാൻ ഉഴുന്നുവട വാങ്ങിക്കാൻ പറഞ്ഞു. അപ്പോൾ ഉഴുന്നുവട എല്ലാവരും കഴിച്ചു. അങ്ങനെ ചെറിയൊരു വിശപ്പിന് ശമനം ഉണ്ടായിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ 1 മണിക്കൂർ കഴിഞ്ഞിട്ട് റിസൾട്ട് വന്നു. എന്നിട്ട് ഡോക്ടറെ കാണാൻ പോയി എടുത്ത് അധികം തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. വേഗം തന്നെ കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. പിന്നെ മരുന്നും വാങ്ങിച്ചു. അപ്പോൾ റിസൾട്ടിൽ കുഴപ്പമൊന്നുമില്ല, ഷുഗറൊന്നുമില്ല, നോർമലാണ്, സാധാരണ ഫുഡൊക്കെ കഴിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ പിന്നെ നമ്മൾ മെഡിസിൻസും വാങ്ങിച്ചതേ തിരിച്ച് വന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. തിരിച്ച് ഓട്ടോയിൽ വരുമ്പോഴും ഓട്ടോ നല്ല സ്പീഡിലാണ് പോയിട്ടുണ്ടായിരുന്നത്. അത് കാരണം പിന്നെ വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല. വീട്ടിലെത്തിയപ്പോഴാണ് ഛർദ്ദിച്ചത്. അങ്ങനെ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വിശേഷങ്ങൾ. പിന്നെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല, ആകെ അവശത ആയി ഗൈസ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അടുത്ത വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. താങ്ക് യു.